എനിക്ക് കറക്റ്റ് ലവ് വരത്തില്ല. അതെന്താന്ന് അറിയില്ല. ചുമ്മാരി വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. ഞാൻ പോലും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പം അമ്മ ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇന്നെന്തോ ഒരു സർപ്രൈസ് നിന്നെ കാത്തിരിക്കുന്നു. അത് ഇതാന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നീ എന്നെ ചിരിക്കുന്ന എന്നെ കണ്ടെ കോമാളിയായിട്ട് വന്നാ ഇവിടെ. അപ്പൊ ഹോസ്റ്റ് ചെയ്തൊരു 600 പേ. നീ എന്നെ ചിരിക്കുന്ന എന്നെ കണ്ടെ കോമാളിയായിട്ട് വന്നാ ചിരിക്കുന്ന എന്ത്? പയ്യ സംസാരിച്ചില്ലെങ്കിൽ വച്ചടിച്ച് കേട്ടി തരുന്നു. ഇച്ചിരി ഇത് കണ്ടിട്ട് എത്ര നാളായി? കൊറേ നാളായല്ലേ ഇത്. പുല്ലെനിക്ക് ചിരിയും വരുന്നല്ലോ കാണുമ്പോ. ഞാൻ വീഡിയോ എടുത്തിട്ട് വന്ന് നേരെ ഇരുന്നു. എനിക്ക് കണ്ട കോസ്റ്റ്യൂം കണ്ടപ്പോഴും മനസ്സിലായി എന്താ തുള്ളിച്ചാട്ടം പറയൊക്കെ എന്തായിരുന്നു. എത്ര നാളായി കണ്ടിട്ട്? ഇപ്പം നമ്മള് ഏകദേശം ഒരു 3-4 മാസത്തോളം ആയില്ലേ? ഞാൻ പോലും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പം ചുമ്മാരി വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. കേരങ്ങി ഞാൻ പറഞ്ഞാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ത് മറ്റേ ഇത് യൂസ് ചെയ്യാൻ. ഏത് വെള്ളരിക്ക ഡയറ്റ് വെക്കുമ്പോ തിന്നാൻ വെള്ളരിക്ക കിട്ടുന്നില്ല. ഇനിയപ്പോ കിടന്ന് കണ്ണി വെക്കാൻ പോണത്. വെക്കാം ഞാൻ ഇത് വെക്കാം. ചെയ്യാം. എന്ത് പറയാൻ ഇത്ര കെയറിങ് ആയിരുന്നു നീ? എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ചുമ്മാരി തോന്നിയാസം പറയല്ലേ. കെയറിങ് സത്യത്തിൽ കെയറിങ് ആണ്. ഞാൻ കിക്കിലാണല്ലേ. എന്ത് തോന്നിയാസം പറയല്ലേ? മാന്യമാരെ കുറിച്ച് അനാവശ്യം പറയല്ലേ. ഞാൻ കെയറിങ് ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇവന്റെ കെയറിങ്ങിന് വലിയ കുറവൊന്നുമില്ല. ഇത് കിണ്ട ഇതായിരുന്ന വാൾപേപ്പറിലുള്ള ആള് ദീപുരോ? ഏത് വാൾപേപ്പർ? ഇല്ലല്ല, ഇത് ചാറ്റിൽ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ വാൾപേപ്പർ ഒന്നും ഇടാറില്ലല്ലോ. വാൾപേപ്പർ ആരാ? വാൾപേപ്പർ ആരുമില്ല. വാൾപേപ്പർ ആരുമില്ലെന്ന്. അല്ല അതല്ല PC-യുടെ വാൾപേപ്പർ അതായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ എത്ര നാളായി കണ്ടിട്ട്? സുഖമാണോ നിനക്ക്? ഞാനും ഒരുപാട് മിസ് ചെയ്ത്. പിന്നെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മെസ്സേജ് ഇടാൻ പറ്റിയില്ല. ഭയങ്കര ചിരിക്കുന്ന എന്തിനാ രീതി? ചിരിക്കുന്ന എന്തിനാ? നിനക്ക് കോമാളിയായിട്ട് തോന്നുക? ഞാൻ എന്നെ മുഖം PC വാൾപേപ്പർ തന്നെ. ഒരാളെങ്കിലും ഉണ്ടല്ലോ മിസ് എന്നൊക്കെ പറയാനായിട്ട്. അതിന് വലിയ കാര്യം. പിന്നെ എന്തായിരുന്നു പരിപാടി? എക്സാംസ് ഒക്കെ കഴിഞ്ഞ? ഇനി വൈവ സെക്ഷനും ഒരു പ്രാക്ടിക്കൽസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല സൗണ്ട് എന്ന് എല്ലാരും പറയുന്നു. അടിപൊളി. എന്താടാ ബ്ലെസ്സിങ് ആണോ? പറയല്ലേ. അത്രേ ഉള്ളു. നിനക്കത് ലവ് ഒക്കെ വരുമല്ലേ? എനിക്ക് ലവ് വരത്തില്ല. അങ്ങനെ വെച്ചാ എനിക്ക് വരത്തില്ല. എനിക്ക് കറക്റ്റ് ലവ് വരത്തില്ല. അതെന്താന്ന് അറിയത്തില്ല. എനിക്ക് വരത്തില്ല. ഇതെന്ത് മുദ്രയാ? എനിക്കറിയത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ കൊറേ നാൾക്ക് ശേഷം കാണുമല്ലേ.
ഒന്നുമില്ല ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിച്ചേ ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു മനസ്സിലായില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടും മനസ്സിലായില്ലേ, അതിങ്ങനെ നിലനിൽക്കും. പക്ഷേ ചില കാര്യങ്ങൾ കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടിയതുമില്ല, എന്നാൽ കളഞ്ഞോന്ന് ചോദിച്ചാൽ കളഞ്ഞതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മനസ്സിലായില്ലേ. ഞാൻ അയ്യോ നിനക്ക് മനസ്സിലായില്ല, ചുമ്മാ അതിനെപ്പറ്റി സംസാരിക്കണം. എന്താ നഷ്ടപ്പെട്ടെ? അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒമേഗിൽ കയറി ഇങ്ങനെ വരുമ്പോഴത്തേന് കുറെ പേര് നമ്മളെ സ്കിപ്പ് ചെയ്തില്ലേ, അങ്ങനെ സ്കിപ്പ് ചെയ്ത് വരുന്ന അവർക്ക് കിട്ടിയതിന്റെ വില മനസ്സിലാവാതെ അവർ സ്കിപ്പ് ചെയ്ത് കളയുന്നത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരാളെ കിട്ടുന്ന സമയത്ത് താങ്ക് യു സോ മച്ച് ഫോർ ദി ഹോസ്റ്റ് സ്നൈപ്പേ, താങ്ക് യു സോ മച്ച്. ഇതിപ്പം പ്രശ്നമായല്ലോ, ഇത് പ്രശ്നമായല്ലോ. അവളെ നീ കെട്ട സാർക്കെ ചുമ്മാ തോന്നിയാ പറയല്ലേ, ആ കൊച്ചിന് വേറെ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നീ നമ്മളെ ചുമ്മാ അനാവശ്യം പറയല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പാപ്പനും സ്നേഹിപ്പിച്ചാ ജീവിതം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ അവര് ഞാൻ കമ്മിറ്റും. അയ്യോ സത്യം ചുമ്മാ നിങ്ങളെ ചുമ്മാ ഏരിയ അവര് ഇല്ല ഞാൻ പറയുന്നില്ല വെറുതെ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറയരുതേ. താങ്ക് യു സനീപ്പ, താങ്ക് യു. എന്ത് ചെയ്യാനാ, എല്ലാം എന്റെ ഐശ്വര്യം അല്ലേ. അല്ല ഞാൻ അങ്ങനല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറെ പേര് നമ്മളെ സ്കിപ്പ് ചെയ്യും മനസ്സിലായില്ലേ. അപ്പം അവർക്ക് കിട്ടിയതിന്റെ വില അവർ മനസ്സിലാകത്തില്ല. പക്ഷെ ചിലർ നമ്മളെ സ്കിപ്പ് ചെയ്തില്ല, ഇങ്ങനെ ഇരിക്കും മനസ്സിലായോ. സംഭവം അതാണ്. ഡാഡി ഗൈസ് നമ്മള് 2-3 വട്ടേ നമ്മള് ഇത് മേഖലയിൽ കണ്ടിട്ടില്ല. ആ ഒരു ബോണ്ട് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താടി നീ ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് ഇവിടെ മനുഷ്യനെ ഇവിടെ SRK ഒരു കോഴിയായി മാറുന്നു. അങ്ങനല്ല ഗൈസ്, അങ്ങനല്ല സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാ ഇവളെ ഇപ്പൊ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ 10 സ്കിപ്പ് ഞാൻ നേരിടേണ്ടി വരും മനസ്സിലായോ. കള്ളൻ അങ്ങനെ പറയല്ലേ. SRK ഒരു കോഴി. നിങ്ങൾ എന്തോ പറഞ്ഞു ബാധിക്കുന്ന കാര്യമല്ല. സസ്സാണ് SRK. എന്നിട്ട് രാത്രി ഇരുന്ന് കരയും അല്ലേ. ഞാൻ കരയുന്നതായിരുന്നു നിനക്ക് എങ്ങനെ അറിയാം? അതിന് ഞാൻ കരയാറില്ലല്ലോ. അതിന്റെ സ്റ്റോറിയൊക്കെ കാണുമ്പോ കരയുന്ന പോലെ തോന്നും. അങ്ങനെ കരയുന്ന പോലെ തോന്നും. കല്ല എന്താടാ നീ ഇവിടെ ചെയ്യുന്ന? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താ സാർക്ക് ഇതൊക്കെ? എനിക്ക് അറിഞ്ഞൂടാ. എക്സ്പോസ് ആയി. എന്താ എക്സ്പോസ് ആവാൻ? മസിൽ ഫ്ലെക്സ് പനി ഒന്ന് മാറി വരികയാണ്. ഇപ്പൊ ഞാൻ ഉള്ള ആരോഗ്യം എടുത്ത് ഫ്ലെക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിയും പേരും പുറത്തു വരും. ക്ലിപ്പാക്കടാ. ചുമ്മാരി നിങ്ങളുമായി ചുമ്മാരി. അത് എന്താ കാര്യം അറിയാം, ഞാൻ എന്റെ സ്റ്റോറി ഒക്കെ എനിക്കിങ്ങനെ സെഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ സ്റ്റോറി ഒക്കെ ഇടാം. അത് വെച്ചിട്ട് കുട്ടി പറഞ്ഞായിരിക്കും അല്ലേ കുട്ടി? അല്ല സോഫി പറഞ്ഞായിരിക്കും അല്ലേ? വാസോൺ ആയിക്കട്ടെ. തോന്നിയ പറയല്ല എനിക്ക് ചെത്രയാണ്. അല്ല ക്ലിപ്പാക്കി വാസോൺ ആയിക്കട്ടെ. നിങ്ങള് ആവശ്യമില്ലാത്ത കാര്യം ചെയ്യരുത്. ഓഫ്ലൈൻ കൂത്താട്ടം തോന്നിയ പറയല്ല. ക്ഷയം വന്ന് തീരും ഞാൻ. അപ്പം സോഫിയ അല്ല ഷൗട്ട്, എനിക്ക് പനിയുടെ ഒരു അസ്കിത നടപ്പുണ്ട്. അപ്പൊ എനിക്ക് ആ പാട്ട് വളരെയധികം ഇഷ്ടമായി. പക്ഷെ എനിക്ക് അന്ന് പാടിത്തന്ന ആ പാട്ടില്ലേ, അതൊന്നുകൂടെ കേട്ടാ കൊള്ളാമെന്നുണ്ട്. അതൊന്ന് പാടിത്തരുമോ? കളിയാക്കുന്ന നീ. അന്ന് പാടിത്തന്ന ആ പാട്ടൊന്ന് പാടിത്തരാൻ പറ്റുമോ? അത് നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എത്ര പേര് കാണും? ഇപ്പൊ ഒരു 300. ഞാൻ കിക്കില്ല സ്ട്രീം. പാട് നീ. നിനക്ക് നിന്റെ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ഇവര് പോവും മനസ്സിലായില്ലേ? അതാണ് വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്,
നിങ്ങൾ കേൾക്കുക. sa 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 ni sa ri sa pa ma ma ga da da sa ri pa pa sa 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 ni sa ri sa pa ma ma ga da da sa ri pa pa ga ma da ni sa ni ri sa ga ma da ni sa ga ri sa. அழகே அழகே ஏதுவும் அழகே அன்பின் விழியில் எல்லாம் அழகு மழை மட்டும் அழகு சுடும் வெயில் கூட ஒரு அழகு மலர் மட்டும் அழகு விழும் இலை கூட ஒரு அழகு புன்னகை வீசிடும் பார்வைகள் அழகு வார்த்தைகள் தேவையின் மௌனங்கள் அழகு உண்மைக்கு சொல்லிடும் பொய்களும் அழகு உன்னீரது ராமியாய் அழகு கமதனிசா நிரிசா குயிலிசையது பாடிட ஸ்வரவரிசைகள் தேவையா மயில் நடனங்கள் ஆடிட ஜெதி ஒலிகளும் தேவையா நதி நடந்தே சென்றிட வழி துணைதான் தேவையா கடல் அலையது பேசிட மொழி இலக்கணம் தேவையா இயற்கையோடு இருந்தால் உலகம் முழுதும் அழகு கவலையாவும் மறந்தால் இந்த வாழ்க்கை முழுதும் அழகு ஜனுதகதீம் நிரிசனி பக மரிச ஜனுதகதீம் மதனி பக மதனி சதா தஜம் தகதி மதனி ரீசனி மதனி பா தஜம் தனு தனு. വിഷയം അടിപൊളിയായിട്ടുണ്ട്. അന്നത്തേലും കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഇടയ്ക്കൊരു നെറ്റ് വലിച്ചാണ് എനിക്കൊരു ചെറിയൊരു തോന്നുന്നു. നെറ്റ് ചെറുതായിട്ടൊന്ന് വലിച്ചായിരുന്നു. അപ്പം ചെറുതായിട്ടൊന്നായി, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്കും എൻ്റെ ഓഡിയൻസിനും വേണ്ടി ഇത് പാടിത്തന്നതിന് വിശ്വാസം. പിന്നെ ഒരുമിച്ച് പാടിനി, ഞാൻ ഇനി പാടണം. ഞാൻ മറ്റേ ജനുതക താന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് എന്തേലും ഈ ലൈവിൽ ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുന്ന കണ്ടിട്ട് നിനക്ക് എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പറയാണെന്ന് പറ. അപ്പം കുറെ നാൾക്ക് ശേഷം ഞാൻ ഇത്രയും പ്ലസന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും എൻ്റെ മുഖത്ത് ഇത്രയും ഒരു ഇത് എന്താ പറയാ വെളിച്ചം വന്നത് ഇന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അമ്മ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇന്നെന്തോ ഒരു സർപ്രൈസ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അത് ഇതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം എനിക്കങ്ങനെ പിക്കപ്പ് ലൈൻ ഒന്നും പറഞ്ഞ് എനിക്ക് ശീലമില്ല. ഇത് സത്യം പറയട്ടെ, നീ പറഞ്ഞതിൽ ഈ പിക്കപ്പ് ലൈൻ ആണ് സൂപ്പർ ആയിട്ട്. ഇത് കത്തി മറ്റേതിനൊക്കെ ഓ കാമിയോ റോൾ ഫോർ അമ്മ. പിന്നെ അമ്മ പറഞ്ഞേ അപ്പം ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ വെളിച്ചമായിട്ട് നീ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി കാണാം. വരില്ലേ ഇനി വെളിച്ചമായിട്ട്? അല്ല, വെളിച്ചമായിട്ട് നീ വരില്ലേന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചേ. വരാവേ. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. മിസ് യു. ദൈവമേ എന്താ ഇപ്പൊ കടന്നുപോയത്? ഇവ എന്തിനാണോ എന്താ പറയുക